ഇപ്പോൾ PC വിഷ്ണുനാഥ് കൂടി ചേരുന്നുണ്ട്. ശ്രീ PC വിഷ്ണുനാഥ്, നമുക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അദ്ദേഹവുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മകൾ താങ്കൾക്ക് ഇപ്പോൾ പങ്കുവെക്കാനുണ്ടോ? അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണങ്ങളും അറിയാമായിരുന്നു. ചലച്ചിത്ര താരമെന്ന നിലയിൽ അതേസമയം തന്നെ അദ്ദേഹം ഒരു അടിയറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. അതെവിടെയും പറയാൻ മടിയില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. മലയാള സിനിമയില് ആദ്യ പകുതിയില് ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു. വളരെ മനോഹരമായി അദ്ദേഹം ആ സിനിമയിൽ ആ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലത്തിൽ സലീം കുമാർ ഏട്ടന്റെ സിനിമയിലെ പിന്നെ രംഗങ്ങൾ ട്രോളായിട്ടൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയ്ക്ക്. അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞിപ്പോ അച്ഛനിറങ്ങാത്ത വീടൊക്കെ ആയ സമയത്ത് ഞാൻ എറണാകുളത്ത് പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനത്തിന് ചെന്നപ്പോ KSU പ്രസിഡന്റാണ് ഞാൻ. താങ്കൾ കേൾക്കുന്നുണ്ടോ? ടെലിഫോൺ ലൈനിൽ ചെറിയ തടസ്സമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി PC വിഷ്ണുനാഥാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും അദ്ദേഹവുമായിട്ടുള്ള പല ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. സജീവമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയില്ല എങ്കിലും അദ്ദേഹം അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ നിലപാടും എല്ലാ വിഷയങ്ങളിലുമുള്ള നിലപാട് അദ്ദേഹം ഏത് ഘട്ടത്തിലും സധൈര്യം പറയാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കം ചില നടന്മാരിൽ മാത്രമുള്ള ഒരു കാര്യമായിരുന്നു അത്. ആദാമിന്റെ അബുവിലൂടെയാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. 2010 മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച്, ഒരുപാട് ചിരിക്കുന്ന സിനിമകൾ നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. ഇപ്പോൾ MK ഷുക്കൂർ കൂടി ചേരുന്നുണ്ട്. ഷുക്കൂർ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്? ഇപ്പോൾ ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രാവിലെ മുതൽ അദ്ദേഹം വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ദേഹാസ്വസ്ഥതയെ തുടർന്ന് അദ്ദേഹത്തെ രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥിതി അല്പം മെച്ചപ്പെട്ടു. പിന്നീട് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമാവുകയായിരുന്നു. പിന്നീട് സിനിമാ രംഗത്തുള്ള ചില പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തെ കാണാനായി ആശുപത്രിയിലെത്തി. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമാണ് ആശുപത്രിയിലുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏതാനും ചില അടുത്ത ബന്ധുക്കൾ കൂടിയുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചിലരും ആശുപത്രിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ വൈകുന്നേരത്തോടു കൂടി നടത്താനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ എത്തിക്കും. നമുക്കറിയാം, മുഖ്യമന്ത്രി VD സതീശന്റെ മണ്ഡലം കൂടിയാണ് പറവൂർ. അദ്ദേഹം അടക്കമുള്ള ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഉള്ളത്. അവിടെ നിന്ന് എപ്പോൾ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. രാവിലെയോടുകൂടി കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. അതാണ്, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നാളെ വൈകിട്ടാണ് സംസ്കാരം നടക്കുക. അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോൾ അവിടെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലുണ്ട്. നാളെ രാവിലെയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടുന്ന് പൊതുദർശനത്തിനായി കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെയാണ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുന്നത്. പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ രാത്രിയോടുകൂടി മരണം സ്ഥിരീകരിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. കടുത്ത വെല്ലുവിളികൾ നേരിട്ടിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം ഉണ്ട്. അത് വന്നത് മദ്യപാനം കൊണ്ടൊന്നുമല്ല എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിരുന്നു. പാരമ്പര്യമായി കിട്ടിയ അസുഖമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഒരു ചായ പോലും കുടിക്കാത്ത തൻ്റെ സഹോദരനും ഇതേ അസുഖം തന്നെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്റർവ്യൂകളിലടക്കം നമ്മളോട് പങ്കുവെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മദ്യപാനമോ അങ്ങനെ ദുശീലമോ ഒന്നുമല്ല തനിക്ക് ഈ ഒരു അസുഖം വരാൻ കാരണമെന്നായിരുന്നു അദ്ദേഹം അന്ന് ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. രോഗാവസ്ഥയിലായിരുന്ന കാലയളവിൽ അദ്ദേഹത്തിന് വ്യാജ വൈദ്യന്മാരുടെ ചികിത്സയൊക്കെ തേടേണ്ടി വന്നിരുന്നു. അത് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളമാക്കിയെന്ന് താരം തന്നെ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം കടുത്ത ഒറ്റപ്പെടലും പ്രതിസന്ധിയും ഒക്കെ നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മളോട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇന്റർവ്യൂവിലും അദ്ദേഹം ചിരിച്ച മുഖത്തോട് മാത്രമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. റിയാലിറ്റി ഷോകളിലടക്കം അദ്ദേഹം ജഡ്ജായി എത്തിയിരുന്നു. കൊച്ചി കലാഭവനിൽ മിമിക്രി ജീവിതം തുടങ്ങിയാണ് അദ്ദേഹം സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പിന്നീട്
നിരവധി സിനിമകൾ, ഹാസ്യ സിനിമകളടക്കം ഏത് വേഷമാണെങ്കിലും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്ത് നമുക്ക് എപ്പോൾ കണ്ടാലും ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നിരവധി സിനിമകൾ സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കോമിക്കോള എന്ന പരിപാടിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ആദ്യ സിനിമ 1997 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ബിഗ് സ്ക്രീനിലെത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ അദ്ദേഹം ചെറിയ റോളുകളൊക്കെ ഒരുപാട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ആളുകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നതാണ്. പിന്നെ അദ്ദേഹം സത്യമേവ ജയതേ എന്ന ചിത്രത്തിന് ശേഷം അതിനൊരു മികച്ച പ്രതികരണം ലഭിക്കുന്നു. ആ സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹം റാഫി മെക്കാർട്ടിൻ്റെ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിൽ വന്നത്. തെങ്കാശിപ്പട്ടണത്തിലെ ആ സീനൊക്കെ നമുക്കിപ്പോഴും നമുക്ക് മറക്കാൻ കഴിയാത്ത എത്ര പൊട്ടിച്ചിരികൾ സമ്മാനിച്ച ഒരുപാട് സീനുകൾ ആ സിനിമയിലൊക്കെ ഉണ്ട് എന്നതാണ്. ഈ പറക്കുംതളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിൽക്കം, കല്യാണരാമൻ, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, അങ്ങനെ ഒരുപാട് സിനിമകൾ, ഹാസ്യ സിനിമകളടക്കം നമുക്ക് സമ്മാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ മടക്കം.